ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മുടെ തംബ്നെയിൽ നമ്മുടെ വീഡിയോയ്ക്ക് നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കസ്റ്റം തംബ്നെയിൽ നമ്മുടെ വീഡിയോയ്ക്ക് കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് ഏത് വീഡിയോയ്ക്കാണ് തംബ്നെയിൽ കൊടുക്കേണ്ടത് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ അതിന് തംബ്നെയിൽ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു വീഡിയോ സ്കെഡ്യൂൾ ചെയ്ത് വച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ഇതിന് എങ്ങനെയാണ് തംബ്നെയിൽ കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ മുകളിൽ ആദ്യമായി വന്നിരിക്കുന്ന ഈ ഓപ്ഷനിലാണ് നമ്മൾ പോകേണ്ടത്. അതായത് എഡിറ്റ് ഓപ്ഷനിൽ പോവുക. ഇത്തരത്തിൽ എഡിറ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും ഈ ഒരു പെൻസിൽ ഐക്കൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കസ്റ്റം തംബ്നെയിൽ എന്ന ഒരു ഓപ്ഷൻ താഴെ കാണിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വച്ചിരിക്കുന്ന നമ്മുടെ തംബ്നെയിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു തംബ്നെയിൽ ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇത് സേവ് എന്ന് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എഡിറ്റ് സേവ്ഡ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മുടെ വീഡിയോയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോസിന് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തംബ്നെയിൽ എല്ലാം ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തംബ്നെയിൽ എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തംബ്നെയിൽ റെഡി അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരം വീഡിയോ സ്കെഡ്യൂൾ ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് ഇപ്രകാരം ആ വീഡിയോ ഓപ്പൺ ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ തംബ്നെയിൽ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്